റിസർമി.ന്റെ പുതിയൊരു റിവ്യൂയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഞങ്ങളുടെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് റിസോർട്ടുകളുടെ റിവ്യൂസ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത് കാണാം. ഈ റിസോർട്ടുകളെല്ലാം തന്നെ ഞങ്ങൾ നേരിട്ട് കാണുകയും അവിടുത്തെ സർവീസുകൾ കൃത്യമായിട്ട് ചെക്ക് ചെയ്ത് ബോധ്യപ്പെട്ട ശേഷമാണ് റിവ്യൂ ആയിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്ലോഡ് ചെയ്യുന്നത്. അതുകൊണ്ട് ഏത് റിസോർട്ടും നിങ്ങൾക്ക് ധൈര്യമായിട്ട് ബുക്ക് ചെയ്യാൻ സാധിക്കും. ഈ ഒരു ചാനൽ നിങ്ങളുടെ ഫാമിലിക്കും അതേപോലെ തന്നെ മറ്റ് സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് സജസ്റ്റ് ചെയ്ത് കൊടുക്കുക. നല്ല നല്ല റിസോർട്ടുകളുടെ റിവ്യൂസ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കുറുവ ടൗണിൽ നിന്നും കുറച്ച് സഞ്ചരിച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഡീപ്പ് ഫോറസ്റ്റിൻ്റെ ഉള്ളിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. നമ്മൾ ഇതുവരെ ചെയ്തതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു സ്റ്റേ ആണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടിട്ട് മനസ്സിലാക്കിയ ശേഷം മാത്രമേ കാണാൻ പറ്റൂ. പിന്നെ വീഡിയോയുടെ പല ഭാഗങ്ങളിലായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല കാര്യങ്ങളും ഞാൻ ഷെയർ ചെയ്യും. അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണാം. ഏകദേശം 12 റൂമുകളാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൽ 10 റൂമുകൾ എന്ന് പറയുന്നത് 2 ബെഡ്റൂമിൻ്റെ 5 കോട്ടേജുകളായിട്ടും 2 ട്രീ ഹട്ടുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഡബിൾ ഷെയറിലാണെങ്കിൽ 24 മെമ്പേഴ്സിന് ഇവിടെ കംഫർട്ടബിളായിട്ട് സ്റ്റേ ചെയ്യാം. ട്രിപ്പിൾ ഷെയറിലാണെങ്കിൽ 36 മെമ്പേഴ്സിന് വരെ അഡീഷണൽ മാട്രസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് ഇവിടെ സ്റ്റേ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഉള്ളിൽ ചെന്നിട്ട് ഇവിടെ എന്തൊക്കെ ഔട്ട്ഡോർ ആക്ടിവിറ്റീസാണ് കൊടുത്തിട്ടുള്ളതെന്നും മറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് വരാം. എൻട്രൻസിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇവിടുത്തെ പാർക്കിംഗ് ഏരിയ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ ഇപ്പോൾ ട്രാവലറിലോ മറ്റോ വരുവാണെങ്കിൽ 17 സീറ്റുള്ള ട്രാവലർ വരെ ഇവിടെ ഉള്ളിലേക്ക് എത്തും. അതിൽ കൂടുതൽ സീറ്റുള്ള വാഹനങ്ങളിലാണ് നിങ്ങൾ വരുന്നതെങ്കിൽ വണ്ടി പുറത്ത് വെക്കേണ്ടി വരും. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ജീപ്പ് സ്പെഷ്യലാക്കിയ ശേഷം മാത്രമേ നിങ്ങൾക്ക് ഉള്ളിലേക്ക് എത്താൻ സാധിക്കുള്ളൂ. ഈ ഒരു പാർക്കിംഗ് ഏരിയയുടെ തൊട്ടടുത്ത് തന്നെയാണ് പൂള് കൊടുത്തിട്ടുള്ളത്. അതും കൂടെ ഒന്ന് കാണിച്ചു തരാം. എൻട്രൻസിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് റിസപ്ഷനോട് ചേർന്നിട്ടാണ് ഇവിടുത്തെ ഡൈനിങ് ഏരിയ കൊടുത്തിട്ടുള്ളത്. വ്യത്യസ്തമായിട്ടുള്ള മരങ്ങളുടെ താഴെ നല്ല തണലൊക്കെ കിട്ടുന്ന രീതിയിലാണ് ഇവിടുത്തെ ഡൈനിങ് ഏരിയ അവർ കൊടുത്തിട്ടുള്ളത്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു വരാന്ത. ഈ വരാന്തയിലേക്ക് വരുവാണെങ്കിൽ പുറത്തുള്ള കാഴ്ചകളൊക്കെ കണ്ട് നിങ്ങൾക്ക് തണലൊക്കെ കിട്ടി നല്ല കാടൊക്കെ എൻജോയ് ചെയ്തുകൊണ്ട് ഇവിടെ റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റും. ഇവിടെ ബുക്ക് ചെയ്യുന്ന ഗസ്റ്റിന് നിലവിൽ ബ്രേക്ക്ഫാസ്റ്റും അതേപോലെ തന്നെ ഈവനിങ് ടീ സ്നാക്സാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൽ കൂടുതൽ ഫുഡ് വേണമെന്നുണ്ടെങ്കിൽ ലഞ്ചോ ഡിന്നറോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡീഷണൽ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടുന്ന് അത് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഏകദേശം 24 മെമ്പേഴ്സിന് വരെ അറ്റ് എ ടൈം ഇരുന്ന് ഫുഡ് കഴിക്കാനുള്ളൊരു സിറ്റിംഗ് കപ്പാസിറ്റി ഈ ഒരു ഡൈനിങ് ഏരിയയിൽ വരുന്നുണ്ട്. അതിന് പുറമെ ഒരു ഓപ്പൺ ഡൈനിങ് ഹാളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഗ്രൂപ്പൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ ബൊഫേ ആയിട്ട് ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. പുറത്തുള്ള കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് എൻജോയ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റും. അത്തരത്തിലുള്ളൊരു ഡൈനിങ് സ്പേസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. റെസ്റ്റോറൻറ്റിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു സ്വിങ് കൊടുത്തിട്ടുണ്ട്. 2 പേർക്കുള്ള ഒരു സ്വിങ്ങാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കപ്പിൾസൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ ഇവിടെ വന്നിരുന്ന് നല്ല തണുത്ത കാറ്റൊക്കെ കൊണ്ട് ഫ്രഷ് എയറൊക്കെ ശ്വസിച്ച് ഇരിക്കാൻ പറ്റും കേട്ടോ. ഇനി നമുക്ക് ഇവിടുത്തെ വാച്ച് ടവർ ഒന്ന് കണ്ടിട്ട് വരാം. ഞാനിപ്പോൾ നടക്കുന്ന ഈ ഒരു പാത്ത് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ലൊരു കോഫി പ്ലാന്റേഷൻ്റെ ഉള്ളിലൂടെയാണ് പോകുന്നത്. അതിന് പുറമെ വ്യത്യസ്തമായിട്ടുള്ള മരങ്ങളൊക്കെ കാണാൻ പറ്റും. അതിൻ്റെയൊക്കെ പേര് ഇതുപോലെ ലേബൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ പേര് ഇതുപോലെ ലേബൽ ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും. നിങ്ങൾക്കൊരു നോളജ് ആക്കിയത് മാറ്റാം. ഇവിടെ സ്റ്റേ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാൻ സാധ്യത ഈ തിരക്ക് പിടിച്ച ജോലിയിൽ നിന്നും കുറച്ച് ദിവസം ഒന്ന് പീസ്ഫുള്ളായിട്ടുള്ളൊരു സ്ഥലത്തേക്ക് മാറി താമസിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്കായിരിക്കും ഇഷ്ടപ്പെടുക. കാരണം ഇവിടെ കംപ്ലീറ്റ് സൈലൻ്റ് ആണ്. അതേപോലെ തന്നെ കാടിൻ്റെ ഈ ഒരു ഭംഗിയും പിന്നെ ബേർഡ് വാച്ചിങ് ഒക്കെ ഇഷ്ടമുള്ളവർക്കായിരിക്കും കൂടുതലായിട്ടും ഇവിടെ ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ളത്. മൊബൈൽ ഫോണൊക്കെ മാറ്റി വെച്ച് നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയുടെ കൂടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറുടെ കൂടെയോ ഇവിടെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു ഫ്രഷ്നെസ് ഫീൽ ആവും. ഇനി ഇതാണ് വാച്ച് ടവർ. നമുക്ക് അവിടുത്തെ കാഴ്ചകളൊന്ന് ചെക്ക് ചെയ്ത് തരും. വാച്ച് ടവറിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബേർഡ് വാച്ചിങ് ഇഷ്ടമാണെങ്കിൽ അത് കുറച്ചുകൂടെ നന്നായിട്ട് ഇവിടുന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. നല്ലൊരു സിറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ കാര്യം നമുക്കിവിടെ ചുറ്റും നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ തന്നെ നല്ല തണുത്ത കാറ്റ് വരുമ്പോൾ മൊത്തത്തിൽ മൈൻഡ് ഒന്ന് റീഫ്രഷ് ആകുന്നുണ്ട്. നമ്മുടെ ഫ്രസ്ട്രേഷനും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് ഇല്ലാണ്ടാക്കാൻ സാധിക്കും. തൊട്ട് ബാക്കിൽ ഡീപ്പ് ഫോറസ്റ്റ് ഏരിയ ആണ്. അവിടെ കമ്പി വേലി കെട്ടിയിട്ട് കംപ്ലീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. ഷോക്കൊക്കെ ഉള്ളൊരു കമ്പി വേലിയാണ്. അതുകൊണ്ട് അതിൽ കയറി പിടിക്കാനോ അത് മുറിച്ച് കടക്കാനോ ശ്രമിക്കരുത്. കുട്ടികൾ കൂടെ ഉണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഇവിടെ അട്ടയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് സ്റ്റേ ചെയ്യാം. പിന്നെ ഈ ഒരു ഫോറസ്റ്റിൻ്റെ ഉള്ളിലായതുകൊണ്ട് നമുക്കിവിടെ ക്യാമ്പ് ഫയറും അതേപോലെ തന്നെ ബാർബിക്യൂ ഫെസിലിറ്റീസും പ്രൊവൈഡ് ചെയ്യുന്നില്ല. അതൊന്നും ഇല്ലാത്തൊരു
നല്ലൊരു സ്റ്റേ ആയിരിക്കും നിങ്ങൾക്ക് ഇവിടെ കിട്ടുക. കംപ്ലീറ്റ് സൈലൻ്റ് ആണ്. അപ്പോൾ അത് പ്രതീക്ഷിച്ചിട്ട് മാത്രമേ നിങ്ങളിവിടെ ബുക്ക് ചെയ്യാൻ പാടുള്ളൂ. 3.5 ഏക്കറിനുള്ളിൽ വരുന്നൊരു പ്രോപ്പർട്ടിയാണിത്. അതായത് ഡീപ്പ് ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ വരുന്നതാണ്. അതുകൊണ്ട് തന്നെ ചുറ്റുപാടൊക്കെ അവർ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. പ്ലാസ്റ്റിക് ബോട്ടിൽസോ അല്ലെങ്കിൽ ചോക്ലേറ്റ് കവേഴ്സോ ഒക്കെ കളഞ്ഞിട്ട് വൃത്തികേടാക്കരുത്. ഇതുകൂടാതെ ഇവിടെ തൊട്ടടുത്തുള്ളൊരു ഡാം വരെയുള്ളൊരു ചെറിയ റിവർ സൈഡ് ട്രക്കിംഗ് കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന് പുറമെ ഒരു ബേർഡ്സ് വാച്ചിങ്ങിൻ്റെ, ബേർഡ്സിനൊക്കെ കാണാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ആവശ്യമായിട്ടുള്ളൊരു ചെറിയ ട്രക്കിംഗ് ആണ്. അതിലും നിങ്ങൾക്ക് പങ്കെടുക്കാം. എക്സ്പ്ലോർ ചെയ്യാനാണെങ്കിൽ ഇവിടെ ഒരുപാട് ഏരിയ വരുന്നുണ്ട്. മൊത്തം കാണിക്കുവാണെങ്കിൽ വീഡിയോ നല്ല ലെങ്ത് ആയിരിക്കും. എന്നാലും കുറച്ച് ഷോർട്ട്സ് ഞാനിതിൽ ആഡ് ചെയ്തേക്കാം. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇവിടുത്തെ റൂം കാറ്റഗറീസ് ആണ്. എന്തൊക്കെയാണ് അതിൽ കൊടുത്തിട്ടുള്ളതെന്ന് കണ്ടിട്ട് വരാം.